ഹലോ! ആദ്യം തന്നെ നിങ്ങൾക്കൊക്കെ നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എനിക്കും നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറേ ദിവസമായി ഒരാൾ നമ്മളെ നോക്കി വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഇന്ന് ആദ്യം തീരുമാനം ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയ്യിൽ കിട്ടിയതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ പോവുകയാണ് അതിൻ്റെ അടുത്തേക്ക്. വേറെ ആരുമല്ല, നമ്മുടെ പപ്പായ. കുറേ ദിവസമായി ഇങ്ങനെ പഴുത്ത് തുടുത്ത് ഇങ്ങനെ ഇരിക്കണത്. ഈ പപ്പായ മാത്രമേ പാകത്തിന് എത്തിയിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ കൈയൊന്നും എത്തൂല കേട്ടോ, ഇച്ചിരി ഹൈറ്റ് ഉള്ളതാണ്. അപ്പോൾ ഇതൊന്നും ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഇത് കഴിച്ചിട്ട് നമുക്ക് ക്ഷീണമൊക്കെ മാറിക്കഴിയുമ്പോൾ കുറച്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് പറിക്കാം. അതവിടെ ഇരുന്ന് പഴുക്കട്ടെ. ഇത് ഓവറായിട്ട് പഴുത്തിട്ടൊന്നും ഇല്ലെന്നാണ് തോന്നണേ, എങ്കിലും നമുക്കത് പറിക്കാം. ഞാനങ്ങനെ കുത്തിയിട്ടിട്ടുണ്ട് അത്. ഇനി നമുക്ക് ഈ പപ്പായനെയും കൊണ്ട് ഇവക്കുട്ടിയുടെ അടുത്തേക്ക് പോവാം. ഇവക്കുട്ടിയുടെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്കറിയാലോ. ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ഇരുന്ന് പഴുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് ചെത്തി നോക്കാം. ഇവക്കുട്ടി ഫുഡ് കഴിക്കണേ ഇരുന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ കൊടുത്തിട്ടാണ് പോയത്. ഇവക്കുട്ടി പപ്പായയുടെ ആളാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇവക്കുട്ടിക്ക്. എന്ത് ഫ്രൂട്ട് വേണമെന്ന് ചോദിച്ചാൽ അവൾ ആദ്യം തന്നെ പറയണത് പപ്പായ വേണമെന്നാണ് പറയാറ്. അപ്പോൾ ഇതിപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അവൾ ചോദിച്ചു എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെയാണ് ചോദിക്കണത്. വീടിൻ്റെ പുറകിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ അവൾ കണ്ടിട്ടില്ല, അങ്ങനെ പുറകു വശത്തൊന്നും പോകാറില്ല. ഞാൻ ഒറ്റക്കാണ് പോവാറ്. ഇപ്പം മുളക് പറിക്കാനാണെങ്കിലൊക്കെ ഞാൻ പുറകിൽ ഒറ്റക്കാണ് പോവാറ്. അപ്പോൾ അവൾ ചോദിക്കുകയാണ് എവിടെ നിന്നാണ് കിട്ടിയെന്നൊക്കെയാണ് ചോദിക്കണത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് മുറിച്ച് നോക്കാം. ഉള്ളെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓവറായിട്ട് പഴുത്തിട്ടൊന്നുമില്ല, നല്ല കളറുണ്ട്. പിന്നെ കുരു കുറവായിരുന്നു. ഇനി നമുക്കിത് മുറിക്കാം. നമുക്കിങ്ങനെ കടിച്ച് കിറുക്കിറിന്ന് കടിച്ച് തിന്നാൻ പറ്റിയ ഭാഗമാണ്, അല്ലാണ്ട് ചളങ്ങാ പിളങ്ങാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഴുത്തതല്ല. അങ്ങനെ പപ്പായ മുറിച്ച് കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലിട്ട് അമ്മയും പൊന്നും ഇവക്കുട്ടിയൊക്കെ കൂടി മുറ്റത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യ പണികളൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇവക്കുട്ടി പറഞ്ഞു പുറത്ത് പോയി ഇരിക്കാം അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ് ഞങ്ങൾ കഴിക്കാനായിട്ട്. ഇവിടെ ഇവക്കുട്ടിക്കും പൊന്നൂസിനും കളിക്കാനായിട്ട് ഇവരുടെ പ്രായത്തിനൊത്ത പിള്ളേരൊന്നും ഇല്ല കേട്ടോ. പിന്നെ അടുത്തൊന്നും പിള്ളേരില്ല. എല്ലാവരും വലിയ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആണ്. അവർ ദൂരെയൊക്കെ പഠിക്കുന്നവരാണ്. അപ്പോൾ ഇവരുടെ ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ കളിക്കാനൊക്കെ ആയിട്ട് ഇപ്പം ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനാണ് ഇവർ രണ്ടുപേരുടെയും കളിക്കൂട്ടുകാരി. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ എല്ലാവരും പണിക്കൊക്കെ പോയോ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾ വീഡിയോസൊക്കെ കാണാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ കൊച്ചു വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.